UDF അധികാരത്തിൽ വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം വനവാസത്തിന് പോവുകയും അരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അധികാരം കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം വനവാസം വെച്ചാൽ വനം തേടിപ്പോയാൽ മതി, ഫോറസ്റ്റിനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ മതി. നമസ്കാരം. SSLC പരീക്ഷ 10 തവണ എഴുതിയിട്ടും തോറ്റ ടിൻറ്റു മോൻ തൻ്റെ പേന എക്സാമിനേഷൻ ബോർഡിന് അയച്ചു കൊടുത്തു. കൂടെ ഒരു കുറിപ്പും വെച്ചു. ഞാനിതാ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരാധ്യനായ ഒരു ജില്ലാ സെക്രട്ടറിയും ഉപരിസഭയിലെ ഉജ്ജ്വലവാഗ്മിയുമായ AA റഹീമിൻ്റെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നമുക്കും ആ മുമ്പിൽ കൈകൂപ്പി കീഴടങ്ങാൻ തോന്നും. പരാജയപ്പെട്ടു പോകുന്നത് ശരിക്കും നമ്മൾ തന്നെയാണ്. UDF ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കുമാണെന്നും തോറ്റാൽ അത് എൻ്റെ മാത്രം പരാജയമാണെന്നും ഒരു നേതാവ് കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിൽ പറഞ്ഞ അനുഭവം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ സതീശൻ്റെ ആ രാഷ്ട്രീയ വനവാസ പ്രസ്താവന തികഞ്ഞ പരിഹാസമാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടും പരിഹസിക്കാൻ യോഗ്യരായവർ തന്നെയാണ് അതിനൊരുമ്പെടുന്നത്. ഒന്ന് കോന്നി MLA KU ജനീഷ് കുമാർ, മറ്റൊന്ന് AA റഹീം. റഹീമിൻ്റെ പരിഹാസമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാനോ ജയിക്കാനോ കഴകത്തില്ലാത്ത ഒരു കിഴങ്ങ് മോറൻ നേതാവ് പറയുകയാണ് സതീശൻ ഒളിക്കാനുള്ള വനം കൊടുക്കാമെന്ന്. കമ്മ്യൂണിസത്തെ ചവിട്ടിമെതിച്ച് അണികളുടെ തലയിൽ കാഷ്ടിച്ചു വാഴുന്ന ഒരു പുണ്യാത്മൻ നിങ്ങൾക്കുണ്ടല്ലോ. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആ മനുഷ്യൻ എത്ര തെരഞ്ഞെടുപ്പിലാണ് പാർട്ടിയെ ജയിപ്പിച്ചെടുത്തത്? ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് സ്വന്തം സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സഖാവേ? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞോ? ചേലക്കരയിലെ വിജയം പാർട്ടി നാടുകടത്തിയ രാധാകൃഷ്ണൻ്റെ വ്യക്തിപരമായ വിജയം കൂടിയാണ്. അവിടെയും ഭൂരിപക്ഷം കുത്തനെ ഇടിച്ചു. അതാണ് പിണറായി വിജയൻ അവിടെ ഉണ്ടാക്കിയ സ്വാധീനം. സതീശൻ ജയിക്കുമെന്ന് പറഞ്ഞ മുഴുവൻ സീറ്റിലും ഉജ്ജ്വലമായ വിജയങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ജനത്തിൻ്റെ മനസ്സറിയാൻ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് വലിയ കഴിവായിരുന്നു. ഇപ്പോൾ ചുറ്റും നിൽക്കുന്ന ആശ്രിതരും ഉപജാപ സംഘങ്ങളും പറയുന്നത് ഏറ്റുപറയാനേ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയൂ. തുടർഭരണം ഉറപ്പിച്ച മാതിരിയാണ് റഹീമിൻ്റെ പ്രസ്താവന. പാർലമെൻറ്റിലെ ഈ ഗർജിക്കുന്ന സിംഹം ഏതെങ്കിലും തരത്തിലുള്ള പ്രാപ്തി നേടിയ ആളാണോ? റഹീം DYFയുടെ അഖിലേന്ത്യാ നേതാവായ ശേഷം ആ പ്രസ്ഥാനം ഇന്ത്യയാകെ പൂത്തുലഞ്ഞ് പടർന്ന് നിൽക്കുകയാണല്ലോ. ഇയാൾക്ക് മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു പ്രസംഗം നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു നല്ല സംവാദത്തിൽ ഇദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ടോ? വക്കീലായ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാമോ, നിയമം അറിയാമോ? ഇദ്ദേഹം കേരളം വിട്ടു പോയാൽ മലയാളികൾ നാറുക തന്നെ ചെയ്യും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ പോയി, അവിടെ ചെന്ന് നാറി. കേരളത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാംഗത്തിൻ്റെ നിലവാരം ആ നാട്ടുകാർ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. ഇദ്ദേഹം കർണാടകയിൽ ബുൾഡോസർ രാജിനെതിരെ പ്രതികരിക്കാൻ പോയി, മലയാളികളാകെ നാറി നാണം കിട്ടു. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം അത്രയ്ക്കായിരുന്നു. മലയാളികളെപ്പറ്റി പുറംനാട്ടിലൊരു പേരുണ്ടായിരുന്നു, അത് അവർ വിദ്യാസമ്പന്നരാണ്, വിവരമുള്ളവരാണ് എന്നൊക്കെയായിരുന്നു. അത് രണ്ടും റഹീം പൊളിച്ചടുക്കി. പരിഹാസമാണ് ഈ അണ്ണൻ്റെ മുഖമുദ്ര. പൊട്ടച്ചക്കിന് പുണ്ണങ്കാള എന്നതുപോലെ ഗോവിന്ദൻ സെക്രട്ടറി ആയിട്ടുള്ള ഈ പാർട്ടിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ റഹീമൊക്കെ. സതീശൻ ഒളിക്കാൻ കാട് തയ്യാറാക്കുന്ന തിരക്കിലാണ് കമ്മി നേതാക്കൾ എല്ലാവരും തന്നെ. എൻ്റെ ശാപമേറ്റുവാങ്ങിയ തലയാണ് ഇക്കണ്ട പരാജയങ്ങൾക്കെല്ലാം കാരണമെന്ന് ഒരിക്കലെങ്കിലും പിണറായി വിജയൻ ചിന്തിച്ചിട്ടുണ്ടോ? സിംഹവാലൻ കുരങ്ങനെ പോലെ കമ്മി വനാന്തരത്തിലെ വംശനാശ ഭീഷണിയിൽ കഴിയുന്ന സിംഹമുഖനാണ് പിണറായി വിജയൻ. ഈ സ്പീഷീസിനെ ജീവനുള്ള കാലം വരെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന ദൗത്യം. ഒരു പ്രസ്ഥാനത്തിൽ ഒരാൾ മാത്രം സംസാരിക്കുകയും ബാക്കിയുള്ളവരെല്ലാം അനുസരിക്കുകയും ചെയ്യുന്നതാണ് ഈ പാർട്ടിയുടെ രീതി. എന്നാൽ ഒരു പ്രസ്ഥാനത്തിൽ ഒന്നിലധികം ആളുകൾ ഒരു പദവിക്ക് അർഹരാകുന്നു എന്നത് എങ്ങനെയാണ് ആക്ഷേപഹാസ്യമായി മാറുന്നത്? ഒരു ഏകാധിപതി കട്ടിലൊഴിയുന്നത് വരെ തൻ്റെ സാമ്രാജ്യത്തെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നതാണ് കമ്മികൾ കണ്ടു ശീലിച്ച ഒരു നടപ്പ് രീതി. ആരെയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കുന്നത് എന്ന കാര്യമോർത്ത് റഹീം തലയറഞ്ഞ് ചിരിക്കുകയാണ്. UDF അധികാരത്തിൽ വരില്ല എന്ന് റഹീമിന് ഉറപ്പായി കഴിഞ്ഞു. സതീശൻ വനവാസത്തിന് പോകുമോ ഇല്ലയോ എന്ന് പുള്ളി തീരുമാനിക്കും. പക്ഷേ റഹീം എന്തായാലും പോക്സോ കേസിൽ ജയിലിൽ പോകുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ഒരാൾ രാഷ്ട്രീയാധികാരമെല്ലാം വിട്ടൊഴിഞ്ഞ് പ്രസ്ഥാനത്തിൻ്റെ പരാജയത്തിൽ മനംനൊന്ത് രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നത് കൊണ്ട് നാടിനോ ഖജനാവിനോ യാതൊരു വിധമായ നഷ്ടവുമില്ല. എന്നാൽ ഒരാൾ ആജീവനാന്തം ബുദ്ധിയില്ലാത്ത തലയും പ്രാപ്തിയില്ലാത്ത ശരീരവും തൂർത്തും കൈമുതലാക്കി നിത്യകോടി മൂപ്പിന്നായി വാഴുന്നത് ഒരു പ്രസ്ഥാനത്തിനും ഒരു നാടിനും ഗുണകരമല്ല. ദയവ് ചെയ്ത് റഹീം നഴ്സറിയിലെങ്കിലും പോയി ആ പൊട്ട ഇംഗ്ലീഷ് ഒന്ന് ശരിയാക്കിയെടുക്കണം. കേരളത്തെ നാറ്റിക്കരുത് പ്ലീസ്. ഒരു പാർട്ടി നേതൃദാരിദ്ര്യം എത്രമാത്രം അനുഭവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് റഹീമിനെ ജില്ലാ സെക്രട്ടറിയാക്കിയ നടപടി.
സതീശൻ്റെ അപക്വതയെപ്പറ്റി പറയുന്ന റഹീമിൻ്റെ പക്വത എത്രയോ കാലമായി കേരളം കാണുന്നു. ഒരു കോമാളി എന്നതിനപ്പുറം എന്തെങ്കിലും ഒരു നേതൃപാടവം ഉണ്ടോ റഹീമിന്? ഇദ്ദേഹം അഭിനയിച്ച് തകർക്കുന്ന വീഡിയോകൾക്ക് താഴെ വരുന്ന പരാമർശവും പരിഹാസവും ആട്ടും തെറിയും ഈ മനുഷ്യൻ കാണുന്നുണ്ടോ എന്തോ? ഇദ്ദേഹം നന്നായി രാഷ്ട്രീയം പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? രാജ്യസഭയിലെ പ്രകടനം കണ്ടാൽ ഇന്ത്യ മുഴുവൻ തലയറിഞ്ഞു ചിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം റഹീമിൻ്റെ ഒരു പാട്ട് മസ്റ്റായിരുന്നു. ജോറാണേ ജോറാണേ ജോർജ് ജോസഫ് ജോറാണേ എന്ന് തൃക്കാക്കര ചെന്ന് പാടി. അതോടെ അവിടം ചീമ്പി. പിന്നെ പുതുപ്പള്ളിയിൽ പോയി പാടി ജേക്സി തോമസ് ജോറാണേ, അതും ഗുദാഹവ. പിന്നെ ആ പാട്ട് സംഘത്തെ കണ്ടത് വി ജോയിക്ക് വേണ്ടിയാണ്, അതും റെഡിയായി. പേരിനൊപ്പം ജാ ഉള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി റഹീം രചിച്ച ഒരു പാട്ടായിരുന്നു അത്. ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയിലെ പൂവാല സംഘത്തെ പോലെയാണ് ഈ കൂട്ടങ്ങൾ. മതിലിലും ബസ് സ്റ്റോപ്പിലും ടെറസിലും എല്ലാം ഇവരെ കാണാം. കമ്മ്യൂണിസത്തിന് ഭൂതമോ ഭാവിയോ ഇല്ല, വർത്തമാനം മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും മെയ് മാസം 4-ാം തീയതി വരെ അണികളെ ഇങ്ങനെ മൂപ്പിച്ച് നിർത്തണം. തോറ്റു തുന്നം പാടുമെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കരുത്. വടകരയിലും നിലമ്പൂരിലും തൃക്കാക്കരയിലുമൊക്കെ ഇവരുടെ ആത്മവിശ്വാസം നമ്മൾ കണ്ടു. വടകരയിൽ ചെന്ന് റഹീം നടത്തിയ കഥാപ്രസംഗം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. വിഷം, കൊടും വിഷം എന്നൊക്കെയായിരുന്നു ഇദ്ദേഹം ഷാഫിയെപ്പറ്റി അവിടെ പ്രസംഗിച്ച് തകർത്തത്. ഈ എണ്ണം കെട്ടവനാണ് വടകരയിലെ തോൽവിക്ക് കാരണമെന്ന് പോരാളി ഷാജി പോലും പറഞ്ഞുപോയി. ജയരാജൻ അക്കാര്യം വാർത്താ സമ്മേളനത്തിൽ വിവരിച്ച് ചിരിപ്പിച്ചത് ഓർക്കുന്നില്ലേ? ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് നടത്തിയ ഒരു റോഡ് ഷോ ഉണ്ടല്ലോ, പിറ്റേന്ന് ന്യായീകരണവുമായി വന്ന റഹീം പറഞ്ഞത് കേട്ടില്ലേ? എനിക്കും തരൂ ഒരു ടിക്കറ്റ്, വണ്ടി പോട്ടെ ഡിപ്പോയിലേക്ക് എന്നാണ് സച്ചിൻ ദേവ് പറഞ്ഞതത്രേ. MLAക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണെന്നൊന്നും ഈ പുള്ളിക്ക് അറിയില്ല. ആ മെമ്മറി കാർഡ് വിഴുങ്ങിയത് റഹീമിൻ്റെ വയറ്റിൽ ദഹിക്കാതെ കിടപ്പുണ്ട്. മരമൊണ്ണയായി റഹീമാണ് ഹിന്ദുവായ ഒരു 16-കാരിയെ ഒരു മുസൽമാന് കെട്ടിച്ചു കൊടുത്തത്. എന്നിട്ട് പറയുകയാണ് കേരളം പ്രണയിനികളുടെ സ്വർഗമാണെന്ന്. പ്രായമായി തിരിച്ചറിവുള്ളൊരു പെണ്ണിന് ഏതവൻ്റെയും കൂടെ പോകാം. പക്ഷേ മൈനറായ ഒരു പെണ്ണിനെ മാതാപിതാക്കളിൽ നിന്നും അകറ്റി ഏതോ ഒരുത്തിന് കെട്ടിച്ചു കൊടുക്കാൻ ഈ മണ്ടന്മാരായ നേതാക്കളല്ലാതെ ആരെങ്കിലും ശ്രമിക്കുമോ? സ്പെഷ്യൽ മാര്യേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്ത് പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കിയ പുള്ളിയാണ് റഹീം. പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ പുള്ളിക്ക് നിയമമൊന്നും ബാധകമല്ല. നിലവിലുള്ള വിവാഹ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ചെറ്റത്തരം കാണിച്ച് വിപ്ലവമുണ്ടാക്കിയിട്ട് ചിരിക്കുകയാണ്. സതീശൻ 10 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈ റഹീമിന് ഉത്തരമുണ്ടാകുമോ? സംവാദത്തിന് വിളിച്ചാൽ വളി വിട്ടുകൊണ്ട് ഓടുന്ന വെളിപ്പന്മാരാണ് ഈ പാർട്ടിയിലുള്ളതെല്ലാം. 10 വർഷം കേരളം ഭരിച്ചു മുടിച്ച മുഖ്യൻ വരെ ഒളിച്ചോടും സംവാദത്തിന് വിളിച്ചാൽ. ഹുങ്കിനും വെല്ലുവിളിക്കും നശീകരണ പ്രവണതകൾക്കുമല്ലാതെ ഈ കമ്മ്യൂണിസം കൊണ്ട് എന്തിനു കൊള്ളാം? ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ഇദ്ദേഹം ജയിച്ച ചരിത്രമുണ്ടോ? രാഷ്ട്രീയം പ്രായോഗികതയുടെ കലയാണെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. റഹീമിന് രാഷ്ട്രീയം കൊലയും വെറുപ്പീരും വിവരദോഷവും കോമഡിയും മാത്രമാണ്. എൻ്റെ ഭർത്താവിനെ ലുട്ടാപ്പിയെന്ന് വിളിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് റഹീമിൻ്റെ ഭാര്യ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ചേട്ടൻ ഇങ്ങനെ കുന്തത്തിൽ കയറി പോകുന്നത് കാണുമ്പോൾ ഞാൻ ചിരിച്ച് ചിരിച്ച് ചാവും പോലും. അപ്പോൾ പിന്നെ റഹീമിൻ്റെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാക്കാം. തെരഞ്ഞെടുപ്പ് കഴിയും വരെ പല്ല് തേക്കാൻ പോലും വായ തുറക്കരുതെന്ന് ആരോ റഹീമിനെ വിലക്കിയിരുന്നതാണ്. കേരള ഈസ് തിങ്കിങ് ടുഡേ, ഇന്ത്യ തിങ്കിങ് ടുമോറോ എന്നൊക്കെ പറയുന്ന ഈ ഹാസ്യതാരത്തെ ആരാണ് മുഖവിലക്കെടുക്കുക? പല ഓൺലൈൻ ചാനലുകളും ഇത്തരക്കാരുടെ പിന്നാലെ നടക്കുന്നത് ഇവനൊക്കെ കിട്ടുന്ന തെറി കൊണ്ട് റീച്ച് കൂട്ടാം എന്ന് കരുതി മാത്രമാണ്. ഈ വളിപ്പന്മാർക്ക് അതൊന്നും അറിയുകയുമില്ല. ഭരണം പോയാൽ പിണറായി വിജയന് ഒന്നും നഷ്ടപ്പെടാനില്ല. ആ കുടുംബം പോയ 5 വർഷം കൂടി കൻ്റോൺമെൻറ്റ് ഹൗസിൽ താമസിച്ച് സുഖിക്കും. നിങ്ങളൊക്കെ തല്ലും തെറിയും വാങ്ങി വെയിലും കൊണ്ട് കൊടിയും പിടിച്ച് കുറേ കാലം ഇനി നടക്കേണ്ടി വരും.